പോലീസ് ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇപ്പോൾ പാലക്കാട് CPM പ്രതിഷേധമാണ്. നമ്മൾ ഇന്നലെ കണ്ടതാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി ഓഫീസിനടുത്ത് കോൺഗ്രസ് പ്രവർത്തകർ അഴിഞ്ഞാടിയെന്നൊക്കെ ആരോപിച്ച് CPM പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഇതിന് പിന്നാലെ പോലീസ് ആക്രമണം ഉണ്ടായെന്ന് ആരോപിച്ചുകൊണ്ടുള്ള CPM പ്രതിഷേധമാണ് ഇപ്പോൾ പാലക്കാട് നടക്കുന്നത്. നമുക്കറിയുന്ന പോലെ തന്നെ ശക്തി കേന്ദ്രങ്ങളടക്കം പാലക്കാട് ജില്ലയിലടക്കം CPM കാലിടരുത് നമ്മൾ കണ്ടതാണ്. സംസ്ഥാനത്തൊട്ടാകെ UDF തരംഗം ആഞ്ഞടിച്ചപ്പോൾ അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടായ ഇടം കൂടിയാണ് പാലക്കാട്. അങ്ങനെ പാലക്കാട് നിന്നാണ് ആദ്യത്തെ CPM സംബന്ധിച്ചിടത്തോളം ആദ്യമായി പോലീസ് ആക്രമണം എന്ന വിഷയം ഉയർന്നത്. അതും തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന പിറ്റേ ദിവസം. ഷാരിഖ് പറയൂ. സുഹൈൽ, വ്യാപകമായി ഇപ്പോൾ ഇവർ UDFന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും നഗരത്തിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ, അതായത് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ ചിത്രങ്ങൾ അടങ്ങിയ ഫ്ലെക്സ് ബോർഡുകളെല്ലാം നശിപ്പിക്കുകയാണ്. ഇന്നലെയാണ് പാലക്കാട് UDFന്റെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ വലിയ തോതിൽ സംഘർഷമുണ്ടായത്. UDFന്റെ വിജയാഹ്ലാദ പ്രകടനം നഗരത്തിലൂടെ കടന്നു പോകുമ്പോൾ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വെച്ചാണ് കല്ലേറുണ്ടായിരുന്നത്. ആദ്യം കല്ലെറിഞ്ഞത് CPIM പ്രവർത്തകരാണെന്ന് UDF ആരോപിച്ചിരുന്നു. ഇതിനെ തുടർന്ന് UDF പ്രവർത്തകരും പോലീസും അതുപോലെ തന്നെ CPM പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും സംഘർഷമുണ്ടായി. ഇപ്പോൾ ഇതാ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും കോൺഗ്രസിന്റെ, അതായത് INTUC ഒക്കെ കൊടിമരങ്ങളൊക്കെ നശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. SFI, DYFI പ്രവർത്തകരാണ് വ്യാപകമായി ഇത്തരത്തിൽ ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിൽ സംഘർഷം സൃഷ്ടിക്കാനുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കടന്നു പോകുന്നത്. അതായത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ UDFന്റെയും നഗരത്തിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകളും അതുപോലെ തന്നെ കൊടിമരങ്ങളൊക്കെ വ്യാപകമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. DYFI, SFI പ്രവർത്തകരാണ് ഇത്തരത്തിൽ ഒരു അക്രമാസക്തമായ അവരെ സമാധാനപരമായി നടത്താമെന്ന് പറഞ്ഞ മാർച്ചാണ് ഇത്തരത്തിൽ അക്രമാസക്തമായി മാറുന്നത്. എന്തായാലും ഇന്നലെയാണ് ഇതിന്റെ ആദ്യമായി ഇന്നലെ സംഭവം ഉണ്ടായത്. ഇന്നലെ UDFന്റെ ആഹ്ലാദ പ്രകടനം കടന്നു പോകുമ്പോൾ UDF പ്രവർത്തകർക്ക് നേരെ ആദ്യം കുപ്പിയേറും, അതായത് സോഡാ കുപ്പിയും അതുപോലെ തന്നെ കല്ലും എറിയുകയുണ്ടായി. തുടർന്ന് UDF പ്രവർത്തകരും CPIM പ്രവർത്തകരും തമ്മിൽ ഏറെ നേരം മുന്തും തള്ളും വാക്കേറ്റവും ഒക്കെ ഉണ്ടായി. ഇതിനിടെ പോലീസ് CPM പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശി. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്ത് കയറിയാണ് ലാത്തി വീശിയത്. ഇതിൽ 2ഓളം പ്രവർത്തകർക്ക് പരിക്കേറ്റു. അതുപോലെ തന്നെ ഇന്നലെ CPMന്റെ സംസ്ഥാന സമിതി അംഗം NN കൃഷ്ണദാസ് അവിടെ ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിൽ പോലീസ് CPM ഓഫീസിനകത്ത് കയറി ലാത്തി വീശിയത്. പോലീസ് പറഞ്ഞിരുന്നു ആദ്യം CPM പ്രവർത്തകരിൽ നിന്നാണ് കല്ല് വന്നതെന്ന് ഉൾപ്പെടെ പറഞ്ഞിരുന്നു ഇന്നലെ തന്നെ. അതായത് ആ ദൃശ്യങ്ങളൊക്കെ നമുക്കും ഇത്തരത്തിൽ വ്യക്തമായിരുന്നു. അപ്പോൾ CPM പ്രവർത്തകരാണ് ഇത്തരത്തിൽ ഇവിടെ ആക്രമിച്ചു എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വ്യാപകമായി കൊടി തോരണങ്ങളും അതുപോലെ തന്നെ ഈ CPM UDFന്റെ ഫ്ലെക്സ് ബോർഡുകൾ ഉൾപ്പെടെ നശിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കടന്നുപോയി. എന്തായാലും ഇപ്പോൾ പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കിയിട്ടുണ്ട്. സുഹൈൽ, ഇന്നലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെയാണ് പാർട്ടി ഓഫീസിലേക്ക് അടക്കം കയറി പോലീസ് ആക്രമണത്തിന് ശ്രമമുണ്ടായിരുന്ന ദൃശ്യങ്ങളടക്കം കൃഷ്ണദാസ് ഈ പോലീസുകാരെ പിടിച്ചുമാറ്റും ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. അങ്ങനെ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് പോലീസ് അതിക്രമങ്ങളെല്ലാം രക്ഷാപ്രവർത്തനം എന്ന മട്ടിലൊക്കെ വിശേഷിപ്പിച്ച ഇടത്ത് നിന്ന് ഭരണം മാറുമ്പോൾ ഇതാ സമാനമായി പോലീസ് അതിക്രമമെന്ന കാക്കിരാജ് എന്ന ആരോപണം ആദ്യമായി വരുന്നത് പാലക്കാട് നിന്നാണ്. കോൺഗ്രസിനെതിരെയാണ്. കോൺഗ്രസ് പ്രവർത്തകർ ഈ പറയുന്ന ജില്ലാ ഓഫീസിനുള്ളിൽ പ്രതിഷേധിച്ചപ്പോൾ തങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു CPM പ്രതിഷേധം ഇന്നലെ ഉണ്ടായത്. ആ CPM പ്രതിഷേധത്തിന് നേരെയാണ് ഇന്നലെ പോലീസ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഒരു വലിയ വലിയ റാലിയാണ് ഇപ്പോൾ നമ്മൾ പാലക്കാട് നിന്ന് കാണുന്നത്. ഷാരിഖ് നമ്മോടൊപ്പം ചൊല്ലുന്നു. ഷാരിഖ്, തെരഞ്ഞെടുപ്പ് ഫലം വന്ന് പിറ്റേ ദിവസം തെരഞ്ഞെടുപ്പ് ഫലം വന്ന വൈകിട്ടുണ്ടായ പോലീസ് ആക്രമണമാണ്. ഇന്നലത്തെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ പറയുന്ന പാർട്ടി ഓഫീസിന്റെ കോമ്പൗണ്ടിലേക്കടക്കം പോലീസുകാരെത്തിയിട്ടുണ്ട്, അകത്തേക്ക് കയറാൻ നോക്കിയിട്ടുണ്ട്. ദൃശ്യങ്ങളടക്കം എവിഡന്റ് ആയ ഒരു സംഭവമാണ്. ഇതിലിപ്പോൾ പോലീസ് ഇതിൽ പ്രതിഷേധം ഉണ്ടാകുന്നു. ഈ പ്രതിഷേധത്തിന്റെ സ്വഭാവം എങ്ങനെയാണ്? പ്രതിഷേധത്തിൽ അയവ് വരുന്നുണ്ടോ? അതിനപ്പുറത്തേക്ക് പോലീസ് ആക്രമണം എന്ന പരാതിയുമായി വേറെ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടോ? സുഹൈൽ, ഈ പ്രതിഷേധം ആരംഭിച്ചത് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നാണ്. അതായത് വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്നാണ് ഈ പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത്. ഇത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കാണ് ഇവർ ഇങ്ങോട്ടേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്, ഈ പ്രതിഷേധ പ്രകടനം എത്തിയത്. അപ്പോൾ ഈ പ്രതിഷേധ പ്രകടനം ഇപ്പോൾ ഇവിടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലെത്തി. ഈ പൊതുയോഗം ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യുകയാണ്. എന്തായാലും ഈ പ്രതിഷേധ പ്രകടനം കടന്നു വന്ന വഴികളിലെല്ലാം സ്ഥാപിച്ച, അതായത് ഈ വഴിവക്കിലെല്ലാം ഉണ്ടായിരുന്ന UDFന്റെ ഫ്ലെക്സുകൾ, അതായത് കോൺഗ്രസിന്റെ ഫ്ലെക്സുകളൊക്കെ നശിപ്പിച്ചു. ഇപ്പോൾ INTUC ഒരു കൊടിമരം ഉൾപ്പെടെ നശിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കടന്നുപോയി കാര്യങ്ങൾ. അപ്പോൾ അത്തരത്തിൽ വലിയ തോതിൽ അക്രമാസക്തമായി മാറിയിട്ടുണ്ട്. ഈ പ്രതിഷേധ പ്രകടനം സമാധാനപരമായി നടത്തുമെന്നാണ് CPM ജില്ലാ സെക്രട്ടറി രാവിലെ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നത്. പോലീസും അത്തരത്തിൽ വലിയ, അതായത് ഈ കടന്നു വരുന്ന വഴിയിലാണ് കോൺഗ്രസിന്റെ DCC ഓഫീസ് അടക്കമുള്ളത്. അപ്പോൾ അവിടേക്കൊക്കെ വലിയ തോതിൽ ബാരിക്കേഡ് കെട്ടി കൂടുതൽ പോലീസിനെ വിന്യസിച്ച് സുരക്ഷാ വലയം തീർത്തിരുന്നു. അങ്ങോട്ടേക്കൊന്നും കടത്തിവിടാതെ പോലീസ് വന്നിട്ടുണ്ട്. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കേരളത്തിലെ പോലീസ് മാറുന്നു എന്ന ആരോപണം കൂടിയാണ് CPM ഉയർത്തുന്നത്. പോലീസ് ആക്രമണമെന്ന ആരോപണം ഉയർത്തിക്കൊണ്ടാണ് 10 വർഷത്തിന് ശേഷം ആദ്യമായി CPIM രംഗത്ത് വരുന്നത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.